ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7 നമ്പർ പ്ലേസ് ചാപ്റ്ററിൽ നിന്നുള്ള ഒരു വർക്ക്ഷീറ്റ് തുടങ്ങാം. ഇത് പാർട്ട് 1 ആണ്. ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. The expression 4n plus 3 generates numbers for different values of n. What is the parity of 4n plus 3 when n equals to 3? Parity ചെക്ക് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവണം ഇതിന്റെ പാരിറ്റി എന്താണെന്ന്. അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ n ഈക്വൽസ് ടു 3 എന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 4n plus 3 എന്നിന്റെ പൊസിഷനിൽ നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. 4 into 3 plus 3 ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. 4 into 3 is 12, 12 plus 3 is 15. പക്ഷേ ഇവിടെ നമ്പർ പ്ലേ എന്ന ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല വേണ്ടത്. 4n plus 3 എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം എന്താണ് ഇതിൻ്റെ പാരിറ്റി എന്ന്. എന്താണ് പാരിറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആഫ്റ്റർ സൊല്യൂഷൻ ഇതിൻ്റെ ആൻസർ ഈവൻ ആയിരിക്കോ ഓഡ് ആയിരിക്കോ എന്ന് മനസ്സിലാവണം. ഈവൻ നമ്പർ എന്ന് വെച്ചാൽ ഒരു നമ്പർ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ 0 എന്നായിരിക്കും കിട്ടുന്നത്. എന്താണ് ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഒരു നമ്പർ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ 1 എന്നായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഒരു ഈവൻ നമ്പർ അല്ലേ. 4 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 2s are 4, 4 minus 4 is 0 അല്ലേ. അപ്പോൾ നമുക്ക് റിമൈൻഡർ 0 എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് 4 ഒരു ഈവൻ നമ്പറാണ്. ഒരു ഈവൻ നമ്പറിൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പ്രോഡക്റ്റ് ഈവൻ നമ്പർ തന്നെ ആയിരിക്കും. അതായത് ഇപ്പോൾ 4 ആണ്, 4 into 1 4 ആണ്, 4 into 2 8 ആണ്. എല്ലാം ഈവൻ നമ്പേഴ്സാണ്. 4 into 3 12 ആണ്. എല്ലാം ഈവൻ നമ്പേഴ്സാണ് കിട്ടുന്നത്. ഈവൻ നമ്പറിൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ ഈവൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈവൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 3 ആണ്. 3 ഒരു ഓഡ് നമ്പറാണ്. അതായത് 3 ഡിവൈഡഡ് ബൈ 2. 3ൽ 2 1 ടൈം, 1 into 2 is 2, 3 minus 2 is 1. നമുക്ക് റിമൈൻഡർ 1 അല്ലേ കിട്ടിയത്. 3 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഇത് നമുക്ക് ഓഡ് എന്ന് എഴുതാം. ഈവൻ പ്ലസ് ഓഡ്, ഏതൊരു ഈവൻ നമ്പറിൻ്റെ കൂടെയും ഓഡ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഓഡ് തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഇനി നോക്കിക്കോളൂ. 4 ഒരു ഈവൻ നമ്പറാണ്. അതിൻ്റെ കൂടെ ഒരു ഓഡ് നമ്പർ 5 ആഡ് ചെയ്ത് കൊടുക്കാം. 4 plus 5 is 9. അപ്പോൾ നോക്കൂ, ഈ ഈവൻ നമ്പേഴ്സിൻ്റെ കൂടെ എല്ലാം ഒരു ഓഡ് നമ്പർ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഓഡ്. Then the parity will be odd for this question. കാര്യങ്ങൾ ക്ലിയർ ആവാനായിട്ട് പറഞ്ഞതാണ് ഇത്രയും എക്സ്പ്ലനേഷൻ ഒക്കെ. ആൻസറിൽ നമുക്ക് വേണ്ട പാർട്ട് എന്ന് പറയുന്നത് 4n plus 3, 4n even, 3 odd, even plus odd, odd. Therefore, the parity is odd. മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ. Ishan has number cards with values 1, 3, 5, 7 and 9. She wants to select 3 cards that sum to 21. The number of ways to select 3 cards summing to 21 is. ഇവിടെ നമുക്ക് കുറച്ച് നമ്പർ കാർഡ്സ് വന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും 3 നമ്പറുകൾ മാത്രം എടുത്തിട്ട് 21 എന്ന ആൻസർ കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. അങ്ങനെ എത്ര കോമ്പിനേഷൻസ് കിട്ടും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്പേഴ്സ് എല്ലാം ഒന്ന് എഴുതി നോക്കാം. 1, 3, 5, 7, 9. 1ഉം 3യും വേറെ ഏതെങ്കിലും ഒരു നമ്പറും കൂടെ യൂസ് ചെയ്താൽ 21 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് 1 plus 3 എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ യൂസ് ചെയ്താൽ 21 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 1 plus 3 4 ആണ്. 4ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 21 കിട്ടുന്നത്? 21ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ ആഡ് ചെയ്യേണ്ട നമ്പർ നമുക്ക് കിട്ടുമല്ലോ. 21 minus 4 is 17 ഈക്വൽസ് ടു 21. പക്ഷെ 17 എന്ന നമ്പർ നമ്മുടെ കയ്യിലില്ലല്ലോ. മൂന്നാമത്തെ ഒരു നമ്പറായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള 17 എന്ന നമ്പർ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് 1 plus 3യുടെ ഒരു കോമ്പിനേഷനിലും 21 എന്ന ആൻസർ വരുന്നില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് 5 ചെക്ക് ചെയ്ത് നോക്കാം. 5 plus 7 plus dash equals to 21. 5 plus 7 is 12. 12 plus dash is 21. 21 minus 12 is 9.
അപ്പോൾ നമുക്ക് 5 + 7 + 9 എന്ന കോമ്പിനേഷനിൽ 21 എന്ന് കിട്ടുന്നുണ്ട്. ഈ 3 നമ്പറുകളും ഡിഫറെൻറ്റ് ഓർഡറിൽ എഴുതിയിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു നമ്പർ കാർഡ്സിൽ നിന്ന് 21 എന്ന ആൻസർ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആൻസർ നമുക്ക് എഴുതാം. Therefore, the number of ways to select 3 cards summing to 21 is 1 way. മനസ്സിലായല്ലോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A light bulb is off. A student toggles its switch 50 times. How many times is the bulb on after 50 toggles? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ A light bulb is off. A student toggles its switch 50 times. How many times is the bulb on after 50 toggles? Count on state 1 for on, 0 for off. ഒരു ലൈറ്റ് ബൾബ് അറ്റ് പ്രസന്റ് ഓഫ് പൊസിഷനിലാണ്. ഒരു സ്റ്റുഡൻറ്റ് 50 ടൈംസ് അത് ടോഗിൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം ടോഗിൾ ചെയ്യുന്ന സമയത്ത് ഓൺ ആയിരിക്കും. 50 ടൈംസ് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പൊസിഷനിലായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എത്ര തവണ അത് ഓൺ പൊസിഷനിൽ വന്നിട്ടുണ്ടെന്നും നോക്കണം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം ഓൺ ആണ്, അടുത്തത് സെക്കൻഡ് ടൈം ഓഫ്, തേർഡ് ടൈം ഓൺ, ദെൻ ഓഫ്, ഓൺ, അങ്ങനെ 50 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആണോ ഓഫ് ആണോ എന്ന് നോക്കാം. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം എക്സെട്ര. അപ്പോൾ നമുക്ക് വേണ്ടത് 50th ടൈമിൽ അത് ഓൺ ആണോ ഓഫ് ആണോ എന്നറിയണം. ഫസ്റ്റ് 1 is odd number, 3 is odd number, 5 is odd number. എല്ലാ ഓഡ് നമ്പേഴ്സിലും അത് ഓൺ പൊസിഷനിലായിരുന്നു. എല്ലാ ഈവൻ നമ്പേഴ്സിലും അത് ഓഫ് പൊസിഷനിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ 50 ഒരു ഈവൻ നമ്പർ അല്ലേ, അപ്പോൾ ഇവിടെ ഓഫ് ആയിരിക്കും. അപ്പോൾ എത്ര തവണ ഓൺ ആയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് നമുക്ക് ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നമ്പർ തന്നെ എടുക്കാം. ഇവിടെ ആയിരിക്കുമല്ലോ ലാസ്റ്റ് ഓൺ പൊസിഷൻ വന്നത്. അപ്പോൾ നമുക്ക് 1 മുതൽ 49 വരെയാണ് നമ്മുടെ കൗണ്ടിൽ വരുന്നത്. എത്ര തവണ ഓൺ പൊസിഷനിൽ വന്നു എന്ന് നോക്കാനായിട്ട്. അപ്പോൾ 1 ആയിരിക്കും ഫസ്റ്റ് ടൈം, ലാസ്റ്റ് ടൈം ഈസ് 49. ബൾബ് എത്ര തവണ ഓൺ ആയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് നമ്പർ ഓഫ് ടൈംസ് ബൾബ് ഓൺ ഈക്വൽസ് ടു ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി നമുക്ക്. ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ 2. ഫസ്റ്റ് ടൈം ഈസ് 1 പ്ലസ് ലാസ്റ്റ് ടൈം ഈസ് 49 ബൈ 2. 1 പ്ലസ് 49 ഈസ് 50 ബൈ 2. 50 by 2 is 25. 25 ടൈംസ് ആണ് ബൾബ് ഓൺ ആയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ ഇനി പാർട്ട് 2 ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ വേണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.